ഞങ്ങളൊക്കെ ഫിസിക്കലി ഞങ്ങൾ സ്റ്റേബിളാണ്. കാരണം എല്ലാ ഐറ്റവും പാസ്സായി കഴിവ് തെളിയിച്ചറിയാം ഞങ്ങൾ. പക്ഷേ ഇപ്പം ഞങ്ങൾ മെൻ്റലിയാണ് ഞങ്ങൾ തളർന്നിരിക്കണം, ഫിസിക്കലി അല്ല. കാരണം ഇവിടെ നടക്കണ ഓരോ സമരവും ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഇതിനേക്കാളും വലുത് ചെയ്യാൻ അറിയാണ്ടല്ല. ഞങ്ങൾ തോറ്റ് തന്നില്ലേ, ഇനി ഞങ്ങൾക്ക് തന്നൂടെ. പക്ഷേ അതിലൊരാഴ്ച എന്ന് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ലിസ്റ്റിന് ഇനി വെറും 9 ദിവസമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ. നമസ്കാരം. CPO റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 9ാം ദിവസം പിന്നിടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വനിതാ ഉദ്യോഗാർത്ഥികളുടെ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അത് പിന്നീട് പറയാമെന്നാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ നിങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അത് പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. അതെ, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരാഴ്ച എന്ന് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ലിസ്റ്റിന് ഇനി വെറും 9 ദിവസമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ. പിന്നെ ഒരു തസ്തിക കൊണ്ടുവന്ന് അത് നിലവിൽ വരാൻ തന്നെ കുറേ ടൈം എടുക്കും, പരിശോധിക്കാനറിയാം. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി പുതിയ തസ്തിക സൃഷ്ടിച്ചാലും അത് PSCയുടെ സൈറ്റിൽ എത്ര ദിവസത്തിനുള്ളിൽ വരും, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഓരോ പ്രതീക്ഷ അറ്റു പോയോണ്ടിരിക്കുക. ഇന്നലെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയ പോലെ പോക്സോ ഫയൽ നിലവിൽ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് വേക്കൻസി പ്രതീക്ഷിച്ചു. പക്ഷേ 28 വേക്കൻസിയാണ്. ഈ ഇരിക്കണ ആരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും ഉൾപ്പെട്ടിട്ടില്ല. കാരണം ആ 28 ഉൾപ്പെട്ട പലരും വേറെ ലിസ്റ്റുകളിലുണ്ട്. അവരിനി അത് ഏറ്റെടുക്കുമോ അത് ഇട്ടിട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിതിൽ എല്ലാം റെഡി ആയിട്ടിരിക്കണവർക്ക് അത് കിട്ടിയിട്ടുമില്ല. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചിട്ടത് ഓക്കെ പറയാം. ഇനി 500 പേരോളം ബാക്കിയാണ്. 14 ജില്ലയിൽ നിന്ന് മാറിയാണ് കുട്ടികൾ വരണേ. കാരണം ഒരു ദിവസം 500 പേർക്ക് കൂടെ വന്നിരിക്കാൻ പറ്റില്ല, ഒരു ഷെൽട്ടർ പോലും ഇല്ല. അപ്പം അത് സാധ്യമല്ല. അതുകൊണ്ട് ഓരോ ജില്ലയിൽ നിന്ന് മാറി ഓരോ സെറ്റാണ് ഇവിടെ വരുന്നത്. കാരണം അത് പ്രാക്ടിക്കബിൾ അല്ല. നമുക്ക് ബാത്റൂം ഫെസിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, പീരീഡ്സ്, തലവേദന, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള പെൺകുട്ടികളുണ്ട്. കൂടുതലും മെൻ്റലി ഞങ്ങൾ ഡൗൺ ആയത്. ഞങ്ങളൊക്കെ ഫിസിക്കലി ഞങ്ങൾ സ്റ്റേബിളാണ്. കാരണം എല്ലാ ഐറ്റവും പാസ്സായി കഴിവ് തെളിയിച്ചറിയാം ഞങ്ങൾ. പക്ഷേ ഇപ്പം ഞങ്ങൾ മെൻ്റലിയാണ് ഞങ്ങൾ തളർന്നിരിക്കണം, ഫിസിക്കലി അല്ല. കാരണം ഇവിടെ നടക്കണ ഓരോ സമരവും ഞങ്ങൾ ഫിസിക്കലിയാണ് ചെയ്തുകൊണ്ടിരിക്കണത്. അത് ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇപ്പോഴും ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയണത്, ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇനിയും പിന്നീട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കണ ഒരു സാഹചര്യം വരരുത്. ഞങ്ങളിപ്പോൾ ഈ ബാനറിൽ വെച്ച പോലെ നിങ്ങൾക്ക് കാണാം 3 കൊല്ലത്തെ നിയമന നില, ഞങ്ങളതേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേക്കൻസി ഇല്ല അല്ലെങ്കിൽ മുമ്പിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ കള്ളം പറയുമോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളെ തെറ്റ് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾ 300 പേര് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ജോലിക്ക് കയറി. അപ്പോൾ ഞങ്ങൾക്കത് കിട്ടില്ല എന്ന് വെച്ചാൽ അടുത്ത് പഠിക്കുമായിരുന്നു. ഇത് ഇത്രയും വലുതല്ല, ചെറിയ ലിസ്റ്റാണ്. അതിട്ടിട്ട് നമുക്ക് നിയമനമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ കാലാവധി നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ല, അത് എനിക്ക് തോന്നുന്നു മീഡിയക്കാർ തെറ്റിദ്ധരിച്ചതാണ്. കാരണം 1 കൊല്ലത്തെ ലിസ്റ്റിന് നീട്ടണം എന്ന് പറഞ്ഞാൽ അത് വാസ്തവ വിരുദ്ധമാണ്. ഒരിക്കലും കഴിയില്ല. കാരണം അടുത്ത ലിസ്റ്റ് അവിടെ ഫിസിക്കലി കഴിഞ്ഞു. ഏപ്രിൽ 21-ാം തീയതി 22-ാം തീയതി അവിടെ ലിസ്റ്റ് വരും. അപ്പം അത് വലിയൊരു ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഈ 10 ദിവസത്തിനുള്ള ഞങ്ങൾക്ക് ന്യായമായത് വേണം. അല്ലാതെ 1 കൊല്ലം നീട്ടിക്കൊണ്ടിട്ട് ഞങ്ങൾ ഈ 1 കൊല്ലത്തിൻ്റെ പിന്നാലെ നടക്കണ്ടേ? ഞങ്ങളുടെ സമയം, വയസ്സ്, പ്രായം എല്ലാം പോയിക്കൊണ്ടിരിക്കുക, ഇമ്പോർട്ടൻ്റ് എക്സാമുകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ ചിലപ്പോൾ വൈകാരികമായ മറുപടിയിലൂടെ സംഭവിച്ചതായിരിക്കാം. ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയുക ആവശ്യം ഞങ്ങളിപ്പോൾ ഉന്നയിക്കില്ല. കാരണം ചില കുട്ടികൾ വൈകാരികമായിട്ട് ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ കൂട്ടമായ തീരുമാനം ഞങ്ങൾക്ക് ലിസ്റ്റൊന്നും നീട്ടിക്കിട്ടണ്ട. ഞങ്ങളുടെ 60% ചോദിക്കുന്നുള്ളൂ. വേറെ 60% എന്ന് ഉദ്ദേശിച്ചാൽ ഇനി വരുന്ന 500 പേരിൽ ഭൂരിഭാഗം പേരും അപ്പം തന്നെ 60% ആയി. അതാണ് കാരണം 100-ൽ പരം ഡിലീഷൻസ് ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. ഓരോ കുട്ടികളോടും ചോദിച്ചിട്ട് ഇന്ന ലിസ്റ്റിലില്ല, നിങ്ങൾ ഈ ലിസ്റ്റിലേക്ക് വരുന്നില്ലെങ്കിൽ ഡിലീഷൻ തരുമോ? അത്രയും ഞങ്ങൾ ചെയ്തു. ലിസ്റ്റിനെ വെട്ടിച്ചുരുക്കി 674 എന്നുള്ളത് 574 ആക്കി. എന്നിട്ട് ഇനി വെറും 1,500 പേരെ ബാക്കിയുള്ളൂ. അപ്പം അതെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടിയിൽ നിങ്ങൾ എന്താണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ സംതൃപ്തരാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം പരിഗണിക്കാമെന്നൊരു വാക്ക് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത ആഴ്ച ഇനി എന്ത് പറയും, എന്ത് മറുപടിയാണ് പറയാൻ പോണേ? കാരണം ആ മറുപടി കഴിഞ്ഞാൽ പിന്നെ ഡേയ്സ് ഇല്ല. 19-ാം തീയതി 12 മണിക്ക് ലിസ്റ്റ് തീരും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെയാണ് കഴിഞ്ഞു, ഇനി നിയമനം നടക്കില്ല, അല്ലെങ്കിൽ 28 വേക്കൻസി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ 28 വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സമരം നിർത്തി പോകാനും സാധിക്കില്ല. ഇന്നലെ ഒരു പ്രതീക്ഷയുള്ള മറുപടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ
ഞങ്ങൾ ചിന്തിച്ചേനെ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഇതിലേക്ക് അടുത്ത സമരമുറകൾ ചെയ്യേണ്ടി വരും. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിനെ നോവിക്കല്ലാതെ വേറെ ആരും നോവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ഞാൻ പറയണു, ഞങ്ങളിവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതികഠിനമായ സമരങ്ങൾ ഈ നടുറോട്ടിൽ കിടന്ന് ചെയ്യാം. ഞങ്ങൾ ഇതുവരെ പൊതുജനത്തിന് ശല്യമാവുന്ന രീതിയിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ മാസ്ക് പോലും വെച്ചിരിക്കണത് ഞങ്ങൾക്ക് ഈവൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സുരക്ഷിതത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഞങ്ങൾക്കിനി ഇതല്ല CPO കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എല്ലാ സമരങ്ങളും നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഇതിനേക്കാളും വലുത് ചെയ്യാൻ അറിയാണ്ടല്ല. ഇപ്പോഴും ഞങ്ങൾ സർക്കാരിനെ കനിവ് തേടിയിട്ടാ. ഇന്ന് ഞങ്ങൾ ഏത്തിട്ടത് അതിനാണ്. ഞങ്ങൾ തോറ്റ് തന്നില്ലേ, ഇനി ഞങ്ങൾക്ക് തന്നൂടെ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ തീം. എന്തായാലും മുഖ്യമന്ത്രിയോട് ഇക്കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുമോ, അതിനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് പിന്നീട് പറയാമെന്നാണ്. എന്തായാലും ഇന്ന് ഈ ഒരു സമരം 9ാം ദിവസം പിന്നിടുകയാണ്. ഈ 19ാം തീയതി അർദ്ധരാത്രിയോടുകൂടി ലിസ്റ്റിൻ്റെ കാലാവധി തീരും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും കൂടുതൽ സമരമുറയുമായി കടുപ്പിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വരും എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും നിയമനം നൽകണം, ഈ സമരത്തിന് വരുന്ന എല്ലാവർക്കും നിയമനം നൽകണം എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. എന്തായാലും കൂടുതൽ സമരമുറ കടുപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും രംഗത്ത് വരും. അതുകൂടാതെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിത്തരണം എന്നുള്ള ആവശ്യം തങ്ങൾ ഉന്നയിക്കില്ല എന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.